ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ തറവാട് സീസൺ 2 ആണ് കളിക്കാൻ പോകുന്നത്. തറവാട് സീസൺ 2 എപ്പിസോഡ് 3 ആണ് ഗൈസ്. സോ നമ്മളിപ്പോൾ ഇന്ന് കളിക്കാൻ ഒരു മൊണ്ണയുണ്ട് ഗൈസ്, എൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഈ സെർവറിൻ്റെ കോണറും കൂടിയായ STT ആണ് ഗൈസ്, ആ പൊട്ടൻ. അപ്പോൾ ഇത് അവിടെ നിന്ന് എന്തോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. സോ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടായിട്ട് ഗൈസ്, ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോട്ട് 400 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ബേസിൽ നിന്ന് പോകുക. സോ ഇത് വേറൊരു ബ്രോയുടെ ബേസാണ്. ബ്രോ ഇവിടെ നല്ല വർക്കിങ്ങിലും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് നമ്മുടെ ബേസിലേക്ക് പോവാം. ഇതേ അവൻ വിളിക്കുന്നു ഗൈസ്, നമുക്ക് അങ്ങ് പോയേക്കാം. അപ്പോൾ നമുക്ക് നേരെ എവിടേക്ക് പോവാം. എവിടെ അവനെവിടെ ഇതേ പോകുന്നു. സോ ഗൈസ്, ഫൈനലി ഞാൻ വടക്കനിൽ കയറിയിട്ടുണ്ട്. സോ വടക്കൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വരുന്നതാണ് ഗൈസ്. ഇവൻ എന്താ ഇവിടെ കാണിക്കുന്നത്? ഇതെന്തോന്ന് സംഭവം? പോർട്ടലും പൊട്ടിച്ച ശേടാ. ഓ, അത് എൻ്റെ കുഴപ്പമാണ് ഗൈസ്. സോ എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ ആണ്, ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഹലോ. സോ ഇവനെ അറിയണമെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി. സോ ഇവന് അതിലൊക്കെ ഉണ്ടാവും. എന്തോന്നാണ് ഈ നെറ്റ്, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഇങ്ങനെ. സോ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് എന്തോ കുറഞ്ഞ് വരുന്നുണ്ട്. സോ എല്ലാവരും സപ്പോർട്ടാക്കുക ഗൈസ്. പോയാ എന്തോ ഗൈസ്, എൻ്റെ നെറ്റ് മാത്രം ഇങ്ങനെ. സോ ഇതാണ് നമ്മുടെ ബേസ്. ഇതേ ഇവിടെ ഒരു കിടിലം പോലത്തെ ബ്രീഡർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു XP ഫാം പോലെയുള്ളൊരു സാധാ ഫാം ഉണ്ട്. അവിടെ ഒരു പോർട്ടലുണ്ട്. ഇതേ അവിടെ ബേസ് നിൽക്കുന്നു. ടീം ബേസിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇതൊന്നും ഉണ്ടാക്കിയത് ഞാനല്ല ഗൈസ്, എല്ലാം ഉണ്ടാക്കിയത് STTയും മെസ്റ്റീസും കൂടിയാണ്. എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ല ഗൈസ്. സോ ഇവിടെ ഒരു സ്പ്രൂസിൻ്റെ ചെറിയൊരു ഫാമുണ്ട്. സോ നമ്മളിതുവരെ ഇതിലൊന്നും ഗ്രൈൻഡ് ചെയ്തില്ല ഗൈസ്, അതാണ്. ഇവനിക്ക് ഇത് തന്നെയാണ് പണി ഗൈസ്. ഏത് സെർവറിൽ പോയാലും അവിടെ ഏട്ട് വെച്ചിട്ടൊരു ഇതുണ്ടാക്കിയില്ല ഇവനിക്ക് ഉറക്കം വരില്ല. സോ എൻ്റെ വറക്കെ ഓപ്പൺ ആവാനായി ഗൈസ്. സോ ഫുഡില്ല, ഞാൻ എന്തോ കാണിക്കുന്നേ. സോ എൻ്റെ വറക്കെ ഓപ്പൺ ആവാനായി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. സോ എൻ്റെ വാറിലൊരു മിഷനാണ് നമ്മൾ ടീം ബേസ് ഉണ്ടാക്കുക എന്നുള്ളത്. സോ 3 ടീം ബേസ് ഉണ്ടാക്കിയാൽ എൻ്റെ വാർ ഓപ്പൺ ആവുള്ളൂ. സോ അതാണ് ഇവരിവിടെ എൻ്റെ ടീം ബേസൊക്കെ പണി തുടങ്ങിയത്. സോ ഞാൻ തുടങ്ങിയില്ല, ഞാൻ ഒന്നും സഹായിച്ചില്ല, ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. സോ നമ്മുടെ ഈ ആർമറൊക്കെ ഉണ്ട് ഗൈസ്, ഇതൊക്കെ STT തന്നെയാണ്. ഞാൻ മറ്റേ ആർമറൊക്കെ എടുത്ത് ചവിട്ടോട്ടിയിലിട്ട് ഗൈസ്. സോ ഇതൊക്കെ STT തന്ന ബ്രാൻഡ് ന്യൂ ആർമറാണ് ഗൈസ്. പിന്നെ STT തന്നൊരു സോഡ് ഉണ്ട്, വേറെ ഒന്നുമില്ല ഗൈസ്. സോ ഫുഡില്ല, ഫുഡ് മിക്കവാറും ബേസിൽ കാണണമല്ലോ. സോ ഇപ്പോൾ ഒരു 7 players or 8 players ഓൺലൈനിലുണ്ട്. സോ അതുകൊണ്ടാവണം ഈ ഇത്രയും ലാഗ്. ഈ എൻ്റെ ഫോണിലാണ് ലാഗ്, ബാക്കിയുള്ളവർക്ക് ലാഗ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഓ, ട്രിമ്മൊക്കെ കണ്ടുപിടിച്ച് ഇവർ. ശേടാ, ഇവിടെ ഫുഡില്ലടാ. ഗോൾഡൻ ക്യാരറ്റ് ഇരിപ്പുണ്ട്, എടുത്ത് തിന്നാൽ വേണ്ട. STTയും മെസ്റ്റീസ് തന്നെ കൊല്ലും. STT ആണ് ഗൈസ് നമ്മുടെ സെർവറിൻ്റെ കോണർ. സോ ഞാനില്ലേ അവനെ നോക്കാം. അല്ലേ വേണ്ട, അവിടെ നിൽക്കട്ടെ. പിള്ളേരെ കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത് കണ്ടുപിടിച്ച ഡയമണ്ട് ആയിരിക്കും ഗീസ്. സോ നമുക്ക് ഫുഡൊന്നും ഇല്ല ഗീസ്. ഇത് കുറച്ച് സ്റ്റീക്ക് ഉണ്ടെങ്കിലോ ഗീസ്, നമുക്ക് ആ സ്റ്റീക്ക് എടുത്തിട്ട് ഓ ബീഫാണ് ഗീസ്, സോറി. സോ ബീഫ് എടുത്തിട്ട് ഇവിടെ ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ച ഗീസ്. നമുക്ക് കുറച്ച് എന്തൊക്കെയുണ്ട്, 58 ഒക്കെ പ്ലാങ്ക് ഉണ്ട് ഗീസ്. നമുക്ക് ആ പ്ലാങ്ക് അവിടെ വെച്ച് കൊടുക്കാം. തീരെ ഫുഡില്ല ഗീസ്. എൻ്റെ കൈമേലെ ബ്രെഡൊക്കെ എങ്ങോട്ട് പോയോ എന്തോ. ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ കൈമ കുറേ ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇത് കണ്ടിട്ട് നിങ്ങൾ XP ഫാം വന്ന് തെറ്റിദ്ധരിക്കേണ്ട ഗീസ്. സോ ദിസ് ഈസ് നോട്ട് XP ഫാം. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗീസ്. കാണാം XP ഫാം പോലെ ഉണ്ടെങ്കിലും ഇതൊരു XP ഫാം അല്ല ഗൈസ്. ദിസ് ഈസ്
ഓർ ഫാമിംഗ് ഏരിയ. സോ ഒരു വെറൈറ്റി ഫാമിംഗ് ഏരിയ ആണെങ്കിൽ ഇത് ആരുടെ പ്ലാനാണെന്ന് എനിക്കറിയില്ല. മിക്കവാറും ആ മെസ്റ്റീസോടെ ആയിരിക്കണം, അല്ലെങ്കിൽ STTയുടെ ആയിരിക്കണം. സോ വേറൊരു ബ്രോയും കൂടി ഉണ്ട്, ജയ്ഫാസി എന്ന് പറയുന്നത്. സോ ആ ബ്രോ കുറച്ച് ദിവസമായി സെർവറിൽ കയറിയിട്ട്, സോ മിക്കവാറും ബിസി ആയിരിക്കണം. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ബേസ് അപ്ഡേറ്റ്സ്? അയ്യോ, ഞങ്ങൾ ഫുഡ് കുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരില്ല കേസ്, ചാവാറായി. മിക്കവാറും സഫിക്കേറ്റായി ചാവ. ശടാ ഈഗോ മാസ്റ്റർ ഇവരുടെ ടീം ബേസ് കംപ്ലീറ്റ് ആയി. ഈ നാഹിലി ബ്രോയുടെയും മാൽഡിൻ്റെയും മിച്ചൂസിൻ്റെയും സ്നൈപ്പിൻ്റെ ഒക്കെ ബേസ് കംപ്ലീറ്റ് ആയി. സോ നമുക്കതൊന്ന് കാണാൻ പോകണം ഗേസ്. സോ അവിടെ കിള്ളം ബേസാന്ന് തോന്നുന്നു. സോ നമുക്കത് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റിൽ ബേസ് റേറ്റ് ചെയ്യുക. നിങ്ങൾ 10ൽ എത്ര മാർക്ക് കൊടുക്കുന്നു നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്ത് റേറ്റ് ചെയ്യും. സോ എന്നിട്ട് നമുക്ക് ഫസ്റ്റ് പ്ലേസും സെക്കൻഡ് പ്ലേസും തേർഡ് പ്രൈസൊക്കെ ഡിസൈഡ് ചെയ്യാം. സോ ST കിട്ടിയിട്ടുണ്ട് ഗേസ്. ST അവിടെ കാര്യമായ പണിയിലാണ് കേസ്. സോ നമുക്ക് എന്തായാലും വെറുതെ ഇങ്ങനെ നടന്നാൽ മാത്രമായി അവർ പണിയെടുത്തോളും കേസ്. ST എന്തെടുക്കുക? ഇത് തന്നെയല്ല കേസ് അവൻ എല്ലാ SMBയിലും ഉണ്ടാക്കുന്ന ആ ഒരു ബ്രീഡർ എന്ന് പറയുന്നത്. ഇതെന്തോന്ന് സംഭവം? ഈയിടെ റോക്കറ്റ് ഷോപ്പ് ഇടാനുള്ള എടാ ഇതേ വന്നിരിക്കുന്നു. നമുക്ക് ഇതെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുക്കുക ഗൈസ്. സോ നമുക്കൊന്ന് നാഹിലി ബ്രോയുടെ ബേസ് ടീം ബേസ് ഒന്ന് കണ്ടുവരാം ഗൈസ്. നാഹിലി എന്ന് പറയുമ്പോൾ ഈഗോ ബസ്റ്ററാണ് ഗൈസ്, ഈഗോ മാസ്റ്ററാണ് ഗൈസ്. സ്കോഡ് മാസ്റ്റർ. സോ ഒരു കിടിലം ബേസാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. സോ കഴിഞ്ഞ വീഡിയോയിൽ അവരുടെ ബേസ് കംപ്ലീറ്റ് ആയിരുന്നില്ല. സോ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരുന്നതാണ് എൻ്റെ ഒരു ഉറപ്പ്. സോ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. എടാ ഒന്ന് ഓക്കെ എടുക്കടാ. സോ അവന് ഓക്കെ എടുത്താലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു അഹങ്കാരം ഇല്ലാത്ത ചെറുക്കനായി ചെയ്തേ, പാവം ചെറുക്കൻ. എടാ ഒന്ന് ഓക്കെ കൊടുടാ. ഫൈനലി നമ്മൾ നാഹിലി ബ്രോയുടെ ബേസിലെത്തിയിട്ടുണ്ട്. സോ ഇതാണ് നാഹിലി ബ്രോ. ഹലോ ബ്രോ, ഇരുന്ന് കാണിയടാ. എടാ ഞാൻ PvPയിലൊന്നും പ്രോ അല്ലടാ, നീ അവരെ കൊല്ല. എൻ്റെ അമ്മ എന്തോരം മോപ്സാണ്. അയ്യോ സോ ഇതാണ് അയൺ ഫാം. ഇത് ഇപ്പോൾ ഒരു അയൺ ഗോളം വന്ന് അവിടെ ചത്തുകൊണ്ടിരിക്കണുണ്ട്.
സോ ഇത് തന്നെ ഗൈസ് ഞാൻ എല്ലാ ബേസിലും കാണുന്ന ഒരു അയൺ ഫാം. PC വരാനാ? PC ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റൂലടാ. സോ നിങ്ങൾ അറിഞ്ഞാണ് ഗൈസ് നമ്മുടെ HKMC ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ ഒരു പബ്ലിക് സെർവറാണ് ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ കയറി കളിക്കാവുന്നതാണ്. 24/7 ആണ് ഗൈസ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി കളിക്കാം. STT റെക്കോർഡ് കാണിയടാ, ബേസ് കാണി. ഓ ഇതല്ലേ, ഓ എടപ്പൊളി. ഓ ഈ സൈഡിൽ നിന്നൊരു വ്യൂ കിടില ഗൈസ്. പൂക്കിയാ മിക്കവാറും ഹസിയായിരിക്കണം ഗൈസ്, അവന് ഇങ്ങനത്തെ പേരൊക്കെ ഇടുള്ളൂ. കയറിക്കോട്ടടാ, പാലുകാച്ചെല്ലാം കഴിഞ്ഞതാ. പാലുകാച്ചെല്ലാം കഴിഞ്ഞതാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തെങ്കിലും കയറിയേക്കാം. അങ്ങനെ നമ്മൾ വലത് കാല് വെച്ച് തന്നെ ഇവരുടെ ടീം ബേസ് കയറിയിട്ടുണ്ട്. ഓ പൊളി ഗൈസ്, ഒരു ഇൻറ്റീരിയർ പൊളിച്ച ഗൈസ്. ഇത് ഇവിടെ ഒരു ഫോട്ടോയൊക്കെ, ഒരു ഫോട്ടോ ഉണ്ട്, ഒരു പോർട്ടലുണ്ട്, പിന്നെ ഒരു ചെറിയ മിനി സ്റ്റോറേജ് ഏരിയ വരെ ഉണ്ട് ഗൈസ്. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ, പിന്നെ ഒരു എൻജോയിങ് ഏരിയ. സോ സിമ്പിൾ സെറ്റപ്പ് ഗൈസ്. പിന്നെ എന്തൊക്കെയുണ്ട്, മേലോട്ട് എന്തൊക്കെയുണ്ട് ഗൈസ്. നമുക്കൊന്ന് മേലേലും പോയി നോക്കാം. ഓ ഇവിടെ ഒരു ബെഡ് ഉണ്ട് ഗൈസ്. സോ ടീം ബേസ് ആകുമ്പോൾ ഇവിടെ ഒരു ബെഡ് ഉണ്ട്. സോ അപ്പം മിക്കവാറും അപ്പുറത്തൊരു ബെഡ് ഇല്ലേ? ആ ഇതേ ഇവിടെ ഒരു ബെഡ് ഇതാ ഗൈസ്. 3 ബെഡ് ഉണ്ട് ഗൈസ്. പിന്നെ എന്തോന്നുള്ളേ, താഴോട്ടേക്കുണ്ടോ? ഓ ടീം ബേസ് പ്ലസ് ട്രേഡിംഗ് ഹാൾ, അത് വിളിച്ച് ഇത്രയേ ഉള്ളൂ. സോ ഫ്യൂച്ചറിൽ അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. എൻഡുവാറൊക്കെ ആയതുകൊണ്ടായിരിക്കും പിള്ളേർ ഇത്രയും ചെറിയൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയത്. സോ അവർക്ക് എൻ്റെ വാറിനുള്ള എൻചാൻറ്റ്മെൻറ്റ്സ് ഒപ്പിക്കാൻ വേണ്ടിയായിരിക്കും. സോ ബാക്കി ബേസൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെയാണ്. സോ ഇന്നലത്തെ വീഡിയോയിൽ ചെറിയൊരു തെറ്റുണ്ട് ഗൈസ്. സോ ആ കാണുന്ന ബേസ് നമ്മുടെ ഈഗോ മാസ്റ്ററിൻ്റെ അല്ല. ഈഗോ മാസ്റ്ററിൻ്റെ മൾട്ടിം ബ്രോണിയം ബേസ് ഇതാണ്. സോ അത് മിറ്റോയുടെ ബേസാണ് ഗൈസ്. സോ ഇതാരെ ബേസാന്ന് എനിക്കറിയില്ല ഗൈസ്, അതവർ പറഞ്ഞില്ല. സോ ഇവിടെ ഒരു കിടിലം ബ്രിഡ്ജ് ഉണ്ട് ഗൈസ്. STT എന്താ ഇറങ്ങിപ്പോയെ. സോ ഇവിടെ ഒരു കിടിലം ബ്രിഡ്ജ് ഉണ്ട് ഗൈസ്. സോ ഈ ബേസ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സോ ഒരു ബീച്ച് സൈഡും കൂടി ആയപ്പോൾ പൊളിച്ച് ഗൈസ്. സോ ഇവരെ ആംബിയൻസും ലെഫ്റ്റായ ഓ 2 VC കയറി ഇരുന്നിട്ടുണ്ടാവും. സോ ഇവിടെ ഒരു കിടിലം XP ഫാം ഉണ്ട്. പിന്നെ അപ്പുറത്തൊരു എന്തോന്ന് പറയാം ഗൈസ്, ബ്രീഡർ ഗൈസ്. ഇപ്പുറത്തൊരു ബ്രീഡറുണ്ട്. സോ കുറച്ചും കൂടി മോബ് സ്പോണിങ് നമുക്ക് കൂട്ടണം ഗൈസ്. സോ അതുകൊണ്ടാണ് ഇവിടെ അധികം മോബ്സ് സ്പോൺ ആവാത്ത. സോ അത് നമുക്കൊന്ന് കൂട്ടിക്കൊടുക്കണം, എന്നാലേ ഇവർക്ക് XP ഒപ്പിക്കാൻ പറ്റുള്ളൂ. STT വന്നിട്ടുണ്ട്. ഇതെന്തോന്നാ? ഓ ഇവിടെ ഉണ്ട് ട്രേഡിങ് ആളോ. എന്തൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുമോടാ? അവിടെ നീ എനിക്ക് എന്തൊക്കെ തരും? സെർവറിൻ്റെ ഓണർ. സോ അത് വെച്ചിട്ട് നീ എനിക്ക് എന്തൊക്കെ തരും? ഒന്നും വേണ്ടേ, ഞാൻ പോയിക്കോളാം. STT വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് തിരിച്ചു പോവാം, അല്ലേ വെറുതെ അവനെ ദേഷ്യം പിടിക്കും. സോ നമ്മൾ ഇതിലുള്ള ടീമിനെ തിരിച്ചറിയലാണ് ഗൈസ് പാട്. 34-35 പ്ലേയേഴ്സോളം ഉണ്ട് ഇതിൽ. സോ അതുകൊണ്ട് ടീംസിനെ തിരിച്ചറിയൽ കുറച്ച് കഷ്ടമാണ്. സോ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ടീമിനൊക്കെ എന്തൊക്കെയൊരു പേരിട്ട് വെച്ചോ. സോ നോക്കാം നമുക്ക്. എന്തായാലും എൻഡുവാറൊക്കെ കഴിഞ്ഞാൽ ഷോപ്സൊക്കെ വരുമ്പോഴത്തേക്ക് ടീമൊക്കെ സെറ്റാകുമായിരിക്കും. എന്തോടാ ശകലോ. ഇതാ മോനെ എൻ്റെ കയ്യിലുള്ളൂ. എൻ്റെ കയ്യിൽ ഡയമണ്ട് ഒന്നും ഇല്ല. നല്ല വർക്കിലാണ്. വീഡിയോ കിട്ടിയ അത്യാവശ്യം ലെങ്തായി തോന്നുന്നു കേട്ടോ. ഞാൻ ഒരു ഗ്രൈൻഡ് വർക്കും ചെയ്തില്ല ഇവിടെ. ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞിരിക്കണേ ഉള്ളൂ. സോ ഗൈസ് ഞാൻ വീഡിയോ വെച്ച് വേണ്ടിയപ്പോഴാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഗ്രൈൻഡ് ചെയ്യണം ഗൈസ്.
സോ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 400 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ സോ എല്ലാവരും സപ്പോർട്ടാക്കുക. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 15 ലൈക്കാണെങ്കിൽ സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ ഇതേ അവിടെ നിന്നാണ് ബായ് പറയുന്നത്. സോ ബൈ ഗൈസ്, നമുക്ക് അടുത്തൊരു കിടിലം എപ്പിസോഡുമായിട്ട് കാണാം.